നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5.2 ആംപ്ലിഫയർ ആണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള പ്രശാന്ത് ഏട്ടനാണ്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പഴയ ആംപ്ലിഫയറുകൾ അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുതിയ ആംപ്ലിഫയറുകൾ അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ടും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആംപ്ലിഫയറുകൾ അസംബിൾ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 5.2 ആണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് അസംബിൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇത് റീവർക്കിന് വന്ന് ഒന്നുകൂടെ സെറ്റപ്പ് ചെയ്തെടുത്താണ് ഈ ഒരു ആംപ്ലിഫയർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കേരളത്തിലൊക്കെ ആദ്യമായിട്ട് വന്ന ഒരു 5.1 റിമോട്ട് കിറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മിറ്റ്സൺ സ്പെക്ട്രോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു റിമോട്ട് കിറ്റാണ് ഈ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് ക്യാബിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് തടിയിൽ ചെയ്തിട്ടുള്ള ഒരു വലിയ ക്യാബിനാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും സൈസുള്ള ക്യാബിൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു ടൈപ്പ് ക്യാബിൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഏകദേശം 4 ട്രാൻസ്ഫോമറുകൾ വരുന്നുണ്ട്. അതിൽ മെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബിന് വേണ്ടിയിട്ടുള്ള 30 10 ആംപിയർ ട്രാൻസ്ഫോമർ നമ്മൾ വീണ്ടും ചെയ്യിപ്പിച്ചെടുത്താണ് നമ്മുടെ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോൾ സ്ഥിരം നമ്മൾ ചെയ്യിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ സെപ്പറേറ്റ് ആയിട്ട് വൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ കൊല്ലത്തുള്ള രാധാകൃഷ്ണൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിന് വേണ്ടി മാത്രം രാധാകൃഷ്ണൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പ്രശാന്ത് ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് 30 10 ആംപിയർ ട്രാൻസ്ഫോമർ, അതിൻ്റെ കൂടെ 27 ഒരു 6 ആംപിയറിൻ്റെ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഒരു ട്രാൻസ്ഫോമർ, പിന്നെ 22 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു 3 ചാനൽ വരുന്നത് 2030 IC വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ടൊരു 12003 ആംപിയറിൻ്റെ സെപ്പറേറ്റ് ട്രാൻസ്ഫോമറും വരുന്നുണ്ട്. 3 ചാനലിൽ 2030 IC വരികയും നേരത്തെ ഇതിനൊരു 2 ചാനലിന് വേണ്ടിയിട്ട് STK 414 ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് ശക്തിയുടെ 4 ട്രാൻസിസ്റ്റർ സ്റ്റീരിയോ ബോർഡ് ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ 270 ആംപിയർ കാണുന്നത്. സബിന് വേണ്ടിയിട്ട് 6 ട്രാൻസിസ്റ്റർ വസന്തിൻ്റെ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വസന്തിൻ്റെ സബ് ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 2 ബോർഡ് സബിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5.2 ആണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. ഒരു 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മെഗാടെക്കിൻ്റെ 3-വേ ടോൺ കൺട്രോൾ ബോർഡും ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പവർ സപ്ലൈ സെക്ഷനൊക്കെ നേരത്തെ ഉപയോഗിച്ചിരുന്ന പവർ സപ്ലൈ സെക്ഷനൊക്കെ ഇതിലും വീണ്ടും ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും നോയ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു 5.2 ആംപ്ലിഫയർ അസംബ്ലി ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഒരു 5.2 ആംപ്ലിഫയർ. അതും ആദ്യ കാലഘട്ടത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിമോട്ട് കിറ്റ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഓഡിയോ ക്വാളിറ്റിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ആംപ്ലിഫയറിലൊക്കെ അസംബ്ലി ചെയ്യാനും പുതുതായിട്ട് അസംബ്ലി ചെയ്യാനൊക്കെ കോൺടാക്ട് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയുള്ള ഒരു ആംപ്ലിഫയറിനെ പറ്റി പറയാനായിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്കിനി ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം.